ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ അംബിയായിലെ 51-ാമത്തെ വചനം മുതലാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ആതൈനാ ഇബ്രാഹീമ റുശ്ദഹു മിൻ ഖബ്ലു വകുന്നാ ബിഹി ആലിമീൻ. إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون. قالوا وجدنا آباءنا لها عابدين. قال لقد كنتم أنتم وآباؤكم في ضلال مبين. ولقد آتينا إبراهيم رشده من قبل وكنا به عالمين. إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون. قالوا وجدنا آباءنا لها عابدين. قال لقد كنتم أنتم وآباؤكم في ضلال مبين. ഈ 51-ാമത്തെ വചനം മുതൽ കുറച്ച് ആയത്തുകൾ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. ഏകദേശം 73 വരെയുള്ള ആയത്തുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ശേഷം മറ്റു പ്രവാചകന്മാരെയും അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. വലഖദ് ആതൈനാ ഇബ്രാഹീമ റുശ്ദഹു മിൻ ഖബ്ൽ. വലഖദ് ആതൈനാ, വലഖദ് തീർച്ചയായും, ആതൈനാ നാം നൽകിയിട്ടുണ്ട്, ഇബ്രാഹീമ ഇബ്രാഹീമിന് നാം നൽകിയിട്ടുണ്ട്, റുശ്ദഹു അദ്ദേഹത്തിന്റെ ആ റുഷ്ദ്, വിവേകം അല്ലെങ്കിൽ തന്റെ ഇടം അല്ലെങ്കിൽ കാര്യബോധം, ഇതെല്ലാം നാം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. മിൻ ഖബ്ലു മുമ്പേ തന്നെ, മിൻ ഖബ്ലു മുമ്പ് തന്നെ നൽകിയിട്ടുണ്ട്. അത് അധികപ്പെടുന്ന തഫ്സീർ ചെറുപ്രായം മുതൽ തന്നെ എന്നുള്ളതാണ്. മുമ്പേ എന്ന് പറയുന്നത് അതായത്
ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അല്ലാഹു തആല ഒരു പ്രത്യേകമായ വിവേകതയും പക്വതയും ഒക്കെ നൽകിയിട്ടുണ്ട്. വകുന്ന ബിഹി ആലിമീൻ, വകുന്ന നാം ആണ് താനും ബിഹി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആലിമീൻ അറിയുന്നവരുമാണ്. അദ്ദേഹം അതിന് അർഹനാണ്. അങ്ങനെ ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടുവരാൻ യോഗ്യനാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ കുറിച്ച് അന്നേ തന്നെ നമുക്കറിയാം. അതുകൊണ്ട് ആ അറിവടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് നാം ആ റുഷ്ത് നൽകിയത്. ഭാവിയിൽ ഒരു നബിയായി വരാനുള്ള ആളായത് കൊണ്ട് തന്നെ അതിനു വേണ്ട ഒരു മുന്നൊരുക്കം ചെറിയ പ്രായം മുതലേ സ്വാഭാവികമായും പ്രവാചകന്മാർക്കെല്ലാം ഉണ്ടാകും. ചെറുപ്പത്തിൽ തന്നെ ആ നിലക്കുള്ള വലിയ പാപങ്ങളിലേക്ക് പോകാതെ, തെറ്റുകളിലേക്ക് പോകാതെ ഒരു മാന്യമായ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്, നടപടിക്രമമാണ്. എല്ലാ പ്രവാചകന്മാരും നബൂവത്ത് ലഭിക്കുക ഒരു പക്ഷേ നിശ്ചയിക്കപ്പെട്ട പ്രായമാകുമ്പോഴായിരിക്കാം. എന്നാൽ അതിന് മുമ്പേ തന്നെ അതിനുവേണ്ടി ഒരുക്കി തയ്യാറാക്കി കൊണ്ടുവരിക എന്നത് റബ്ബ് നടപ്പാക്കി വരുന്ന ഒരു രീതിയാണ്. അത് നബിതങ്ങളുടെ കാര്യത്തിലും മറ്റു പ്രവാചകന്മാരുടെ കാര്യത്തിലും എല്ലാം നമുക്കത് കാണാൻ കഴിയും. ഇബ്രാഹിം നബിക്ക് പ്രത്യേകിച്ചും ചെറുപ്പത്തിൽ തന്നെ അല്ലാഹു തആല വിവേകം നൽകി, കാര്യബോധം നൽകി. അദ്ദേഹം അതിന് അർഹനുമായിരുന്നു. അതാണ് വകുന്നാ ബിഹി ആലിമീൻ, അദ്ദേഹത്തെ കുറിച്ച് നാം നന്നായി അറിയുന്നവരാണ്. إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون. ഇത് ഖാല അദ്ദേഹം പറഞ്ഞ സന്ദർഭം, ലി അബീഹി തന്റെ പിതാവിനോട് അദ്ദേഹം പറഞ്ഞ സന്ദർഭം ഓർക്കണം. വഖൗമിഹി തന്റെ ജനതയോടും, വാപ്പയോടും ജനതയോടും. ഖൗമൻ അതിൽ വാപ്പ വിട്ടു, പക്ഷെ വാപ്പനെ പ്രത്യേകം എടുത്തു പറഞ്ഞാണ്. വാപ്പയോടും വാപ്പടക്കമുള്ള ആ സമൂഹത്തോടും അദ്ദേഹം പറഞ്ഞ ആ സന്ദർഭം ഓർക്കുക. മാ ഹാദിഹി തമാസീൽ, എന്താണ് ഈ രൂപങ്ങളൊക്കെ? തമാസീൽ, തിംസാൽ, വിഗ്രഹങ്ങൾ, പ്രതിമകൾ, രൂപങ്ങൾ, അതിനൊക്കെയാണ് സാധാരണ തിംസാൽ എന്ന വാക്ക് ഉപയോഗിക്കുക. ഖുർആനിലും ഹദീസിലും പലപ്പോഴായി ഉപയോഗിച്ച പദമാണത്. വിഗ്രഹങ്ങൾക്ക് തിംസാൽ, തമാസീൽ എന്ന പദം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പ്രതിമകള്, രൂപങ്ങള്, ഇതൊക്കെയാണ് പൊതുവെ തമാസീൽ എന്ന് പറയുക. മാ ഹാദിഹി തമാസീൽ, എന്താണ് ഈ തമാസീൽ, എന്താണ് ഈ രൂപങ്ങളൊക്കെ? അൻതും ലഹാ ആകിഫൂൻ, അൻതും നിങ്ങൾ, ലഹാ അവക്ക് മുമ്പിൽ, ആകിഫൂൻ ഭജനമിരിക്കുന്നുവല്ലോ. അക്കഫ ഇത്തികാഫ്, അക്കഫ ചടഞ്ഞുകൂടുക, അവിടെ തന്നെ കൂടുക, അതിനാണ് ആ വാക്ക് ഉപയോഗിക്കുക. അക്കഫ ലാസമാണ്, ഒരു സ്ഥലത്ത് നിന്ന് പോകാതെ അവിടെ തന്നെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടുന്നതിനാണ് സാധാരണ അക്കഫ എന്ന പദം ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തികാഫിന് പേര് വന്നത്. ഇബാദത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റെല്ലാം ഒഴിവാക്കി നിശ്ചലമായ സമയം നിശ്ചലമായ പള്ളിയിൽ തന്നെ അയാൾ കൂടുന്നു. അതുകൊണ്ടാണ് ആ ഇരുത്തത്തിന് ഇത്തികാഫ് എന്ന പേര്. അപ്പോൾ ഒരാളെ കാണാൻ പോയി, ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി ചെന്നു, ആ ലക്ഷ്യം പൂർത്തിയാകാതെ അവിടുന്ന് മടങ്ങൂല എന്ന വാശിയിൽ അവിടെ തന്നെ വിടാതെ കൂടുകയാണെങ്കിൽ അതിനൊക്കെ അറബി ഭാഷയിൽ അക്കഫ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ പ്രതിമകൾക്ക് മുമ്പിൽ ഇബാദത്തുമായി കൊണ്ട് അവിടെ കൂടുന്നുവല്ലോ, എന്താണിതൊക്കെ? ഇതിലേക്ക് അടിസ്ഥാനം എന്താണ്? ഇതൊക്കെ ആരാധിക്കാൻ നിങ്ങൾക്ക് എന്താണ് ന്യായമുള്ളത് എന്ന് അദ്ദേഹം അവരോട് ചോദിക്കുന്നു. നിങ്ങൾ ചടഞ്ഞുകൂടുന്ന, നിങ്ങൾ ഭജനമിരിക്കുന്ന ഈ രൂപങ്ങൾ, ഈ പ്രതിമകൾ, ഇതെല്ലാം എന്താണ് എന്ന് അദ്ദേഹം അവരോട് ചോദിച്ച ആ സന്ദർഭം ഓർക്കണം. അതാ റുഷ്ദിന്റെ ഭാഗമാണ്, അതാ വിവേകത്തിന്റെ, തന്റെ ഇടത്തിന്റെ ഭാഗമാണ്. അത് ചെറിയ പ്രായം മുതൽ തന്നെ അദ്ദേഹത്തിന് അതിനോടൊക്കെ ഒരു വിയോജിപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നുവെന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുമുണ്ട്. ഖാലു വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ, ഖാലു അവർ പറഞ്ഞു, വജദ്നാ ആബാഅനാ ഞങ്ങളെ പിതാക്കന്മാരെ, പൂർവികന്മാരെ ഞങ്ങൾ കണ്ടെത്തി, ലഹാ ആബിദീൻ ഇവയെ ആരാധിക്കുന്നവരായിക്കൊണ്ടാണ് ഞങ്ങളെ കാക്കക്കാരന്മാരൊക്കെ കഴിഞ്ഞു പോകുന്നത്. ഇതാണ് അവരുടെ മറുപടി. അല്ലാതെ എന്താണ് ന്യായമെന്തോ, ഇവയൊക്കെ വിഭാഗാർഹമാണ്, ആരാധ്യന്മാരാണ്, ഇന്ന കാരണം കൊണ്ട് എന്ന് പറഞ്ഞ് കാര്യകാരണ സഹിതം തെളിയിക്കാനൊന്നും അവരെ കൊണ്ടാവില്ല. ഒരു ഒറ്റ മറുപടിയേ ഉള്ളൂ, ഞങ്ങളെ വാപ്പാരും വല്യപ്പാരൊക്കെ അങ്ങനെയാണ് പോകുന്നത്, ഞങ്ങളാ വഴിക്ക് അങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നാണ് അവരുടെ മറുപടി. അതാണ് ഇന്ന വജദനാ ആബാഅനാ
ലഹാ ആബിദീൻ, ഞങ്ങളെ പിതാക്കന്മാരെല്ലാം ഇവയെ ആരാധിക്കുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അവിടെ ആ വഴി ഞങ്ങളും അങ്ങനെ സ്വീകരിക്കുന്നു എന്നർത്ഥം. ഞങ്ങൾക്ക് വേണമെന്ന് നോക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ പൂർവികന്മാർ എങ്ങനെയാണോ ആ വഴിക്ക് ഞങ്ങളും പോകുന്നു എന്ന മറുപടിയാണ് അവർ നൽകിയത്. എപ്പോഴും തെറ്റായ വഴിക്ക് പോകുന്ന ആളുകളെല്ലാം ഈ ഒരു മാർഗമാണ് പറയുക, പൂർവികന്മാരുടെ മാർഗം. മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞു. അതേപോലെ ഏതാണ്ട് എല്ലാ അമ്പിയാക്കളുടെയും പ്രബോധിത സമൂഹം പറഞ്ഞ ന്യായം തന്നെയാണ് ഞങ്ങളെ പൂർവികന്മാരൊക്കെ അങ്ങനെയാകണ് എന്ന വഴിയാണ് അവരൊക്കെ പറയുക. ഇമാം ഖുർത്തുബി പറയുന്നു, ഞങ്ങൾ ഈ ഇബാദത്തെല്ലാം ചെയ്യുന്നത് തഖ്ലീദൻ ലി അസ്ലാഫിനാ, ഞങ്ങളുടെ സലഫുകളെ, ഞങ്ങളെ മുൻഗാമികളെ അന്ധമായി അനുകരിച്ചുകൊണ്ടാണ് എന്നാണ് അവരുടെ ന്യായം. അവരെന്ത് ചെയ്തോ അത് ഞങ്ങളും ചെയ്യുക, ഓരെന്ത് വിശ്വസിച്ചോ ഞങ്ങളത് വിശ്വസിക്കുക, അതിനപ്പുറത്തേക്ക് പോകാനൊന്നും ഞങ്ങളില്ല എന്ന് അദ്ദേഹത്തോട് അവർ പ്രതികരിച്ചു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഖാല ലഖദ് കുൻതും അൻതും വആബാഉകും ഫീ ളലാലിൻ മുബീൻ. എങ്കിൽ പിന്നെ പറയാനുള്ള മറുപടി തന്നെയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ലഖദ് കുൻതും അൻതും, തീർച്ചയായും നിങ്ങളായിരിക്കുന്നു, വആബാഉകും, നിങ്ങൾ മാത്രമല്ല നിങ്ങളെ പൂർവികന്മാരും, ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാണ്. അവരൊക്കെ ചെയ്തെങ്കിൽ എന്നാ ശരി എന്നുള്ളതല്ല, അത് ഒരു ബുദ്ധിമാന്റെ മറുപടിയല്ല. അവരൊക്കെ ചെയ്തോ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അതല്ല. എന്നാ നിങ്ങളും പഴിച്ചു, നിങ്ങളെ മുമ്പ് കഴിഞ്ഞു പോയ ഈ വഴിക്ക് വന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ചെയ്തത് ളലാലത്താണ്, എല്ലാം വഴികേടാണ്. ലഖദ് കുൻതും, തീർച്ചയായും നിങ്ങളായിരിക്കുന്നു, അൻതും, നിങ്ങൾ തന്നെ, വആബാഉകും, നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങളെ പൂർവികന്മാരും, ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാണ് നിങ്ങളും നിങ്ങളെ പിതാക്കന്മാരുമെല്ലാം ഉള്ളത് എന്ന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. അപ്പൊ പൂർവികന്മാരെ കാണിച്ചുകൊണ്ട് മാത്രം ഒരു കാര്യം ശരിയാകണമെന്നില്ല. പൂർവികന്മാർ ചെയ്തത് കൊണ്ട് ശരിയാകണമെന്നില്ല, ചെയ്യാത്തത് കൊണ്ട് തെറ്റാകണമെന്നുമില്ല. പൂർവികന്മാർ ചെയ്തോ ചെയ്തില്ലേ എന്നതല്ല ശരി തെറ്റുകളുടെ മാനദണ്ഡം. ചിലപ്പോൾ പൂർവികന്മാരെല്ലാം ചെയ്തതിനായിരിക്കും ഒരു കാര്യത്തിൽ ശരി, ചിലത് ഒരാളും ചെയ്യാത്തായിരിക്കാം പക്ഷെ ശരി. ഒരു ശരിയാവാൻ കുറെ ആൾ ചെയ്യണം, ഒരു വലിയ ആൾക്കൂട്ടം വേണം, അതിന് വലിയ പിൻബലം വേണം എന്നൊന്നുമില്ല. നേരെ മറിച്ച് അൽ ജമാഅത്ത് മാ വാഫഖൽ ഹഖ്ഖ വഇൻ ഖല്ല എന്നാണ്. എത്ര കുറച്ചാണെങ്കിലും ശരി ഹക്കിനോട് യോജിക്കുന്നുണ്ടോ അതാണ് ശരിയായ അൽ ജമാഅത്ത് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. എത്ര കുറച്ചാളായിക്കോട്ടെ. അതൊക്കെ പറഞ്ഞത് നീ ഹക്കിനെ പിൻപറ്റണം, നീ മാത്രമാണെങ്കിലും ശരി, വേറെ ഒരാളുമില്ല, നീ ഒരാൾ മാത്രമാണ് ഒരു സത്യം പറയാനും സ്വീകരിക്കാനും ഉള്ളത് എങ്കിലും നീ സ്വീകരിക്കേണ്ടത് ആ ഹക്കാകുന്നു. നീ മാത്രമാണെങ്കിലും ശരി. അപ്പൊ അതാണ് ഹക്കിന്റെ മാനദണ്ഡം. അല്ലാഹു റസൂലും പഠിപ്പിച്ചാൽ അത് ഹക്കാണ്, അല്ലാഹു റസൂലും പഠിപ്പിച്ചിട്ടില്ലേ അത് ഹക്കല്ല. ഇതാണ് ഇസ്ലാം വെക്കുന്ന കാഴ്ചപ്പാട്. അല്ലാതെ എത്ര ആളുണ്ട്, അതിന് ഭയങ്കര ആളുബലുണ്ടല്ലോ, കണ്ടമാന ആളുണ്ട്, ഒരുപാട് നാട്ടിലുണ്ട്, ലോകത്ത് മുഴുവനും ഉണ്ട്, കാലങ്ങളായി ചെയ്തു പോരുന്നുണ്ട്, അതുകൊണ്ടൊന്നും ഒരു കാര്യം ശരിയെന്നോ ശരിയല്ലെന്നോ തീരുമാനിക്കാൻ പറ്റുകയില്ല. ഒരു കാര്യം ശരിയാകണമെങ്കിൽ മാ ഖാല അല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ്, അല്ലാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞു. ഇതാണ് അസ്ല്. കിതാബിലുണ്ടാവുക, സുന്നത്തിലുണ്ടാവുക. ഇജ്മാഉം ഖിയാസും പോലും അതിലേക്കാണ് മടങ്ങുന്നത്. ഇജ്മാഉം ഖിയാസും പ്രമാണമാണ്, പക്ഷേ അതുപോലും സ്വതന്ത്ര പ്രമാണമല്ല. അതിന്റെ പോലും പിന്നെ അവലംബം ഖുർആനും സുന്നത്തുമാകുന്നു. അതുകൊണ്ട് എല്ലാത്തിനെയും അസ്ല് വഹ്യാണ്, കിതാബും സുന്നത്തുമാണ്. ആ വഹ്യിലുണ്ടെങ്കിൽ അത് ഹക്കാണ്, വഹ്യിലില്ലെങ്കിൽ അത് ഹക്കല്ല. അപ്പൊ ഇവരുടെ ന്യായം ഞങ്ങളെ പിതാക്കന്മാരൊക്കെ ചെയ്തുവെന്നാണ്. എന്നാ പിന്നെ നിങ്ങളും പഴിച്ചു, നിങ്ങളെ പിതാക്കന്മാരും പഴിച്ചു എന്ന് പറയാന്നല്ലാതെ എന്നാ അതൊക്കെ ശരിയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുകയില്ലല്ലോ. അതാണ് ഇബ്രാഹിം ഇസ്ലാമിന്റെ മറുപടി. തുടർന്നും അവർ തമ്മിലുള്ള സംഭാഷണമാണ് അടുത്ത ആയത്തിലൊക്കെ തുടർന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പൊ മൊത്തം അർത്ഥം, ഇബ്രാഹിമിന് തന്റെ വിവേകം നാം മുമ്പ് തന്നെ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നാം അറിയുന്നവർ തന്നെയാണ്.
ഇത് ഖാല ലി അബീഹി വ ഖൗമിഹി, തൻ്റെ പിതാവിനോടും തൻ്റെ സമൂഹത്തോടും അദ്ദേഹം പറഞ്ഞ സന്ദർഭം ഓർക്കുക. മാ ഹാദിഹി തമാസീലുല്ലതി അൻതും ലഹാ ആകിഫീൻ, നിങ്ങൾ ഈ ഭജനമിരിക്കുന്ന ഈ രൂപങ്ങളെല്ലാം എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞ സന്ദർഭം. ഖാലു വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ, അവർ പറഞ്ഞു ഞങ്ങളെ പിതാക്കന്മാരെല്ലാം അവയെ ആരാധിക്കുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. ഖാല, അദ്ദേഹം പറഞ്ഞു ലഖദ് കുൻതും അൻതും വആബാഉകും ഫീ ളലാലിൻ മുബീൻ, എങ്കിൽ തീർച്ചയായും നിങ്ങളും നിങ്ങളെ പൂർവികന്മാരുമെല്ലാം വ്യക്തമായ വഴികേടിൽ തന്നെയാകുന്നു. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد آتينا إبراهيم رشده من قبل وكنا به عالمين. إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون. قالوا وجدنا آباءنا لها عابدين. قال لقد كنتم أنتم وآباؤكم في ضلال مبين. سبحانك اللهم. السلام عليكم.